ബഹിരാകാശ രംഗത്ത് ഭാരതം ജൈത്രയാത്ര തുടരുക തന്നെയാണ്. ISROയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ LVM-3M5 റോക്കറ്റിൻ്റെ വിക്ഷേപണ വിജയം അതുതന്നെയാണ് കാണിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ വിക്ഷേപണത്തറയിൽ നിന്ന് കുതിച്ചുയർന്ന LVM-3CMS-03 ഉപഗ്രഹം സുരക്ഷിതമായി ബഹിരാകാശത്ത് എത്തിച്ചത് ഭാരതം കൈവരിച്ച മഹത്തായ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്. നാവികസേനയുടെ നീക്കങ്ങൾക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03. വിക്ഷേപിച്ച് അധികം വൈകാതെ റോക്കറ്റിൽ നിന്ന് ഉപഗ്രഹം വേർപെടുകയും കൃത്യം 16-ാം മിനിറ്റിൽ വിജയകരമായി ബഹിരാകാശത്ത് എത്തുകയും ചെയ്തത് ISROയിലെ ശാസ്ത്രജ്ഞർ കൈവരിച്ച വൈദഗ്ധ്യത്തിന് തെളിവ് തന്നെയാണ്. ഉപഗ്രഹം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഭ്രമണപഥം ഉയർത്തുന്ന ജോലികൾ ഉടൻ തുടങ്ങുമെന്നും ISRO വലിയ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. ISROയുടെ പരാജയമറിയാത്ത കരുത്തുറ്റ റോക്കറ്റാണ് LVM-3M5. ഭാരതത്തിൻ്റെ അഭിമാനം ആകാശത്തിനപ്പുറം ഉയർത്തിയ ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ശേഷം ആദ്യമായാണ് LVM-3 ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ISROയുടെ ഏറ്റവും കരുത്തേറ്റ റോക്കറ്റിൻ്റെ തിരിച്ചുവരവ് കൂടിയാണ് ഈ വിക്ഷേപണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കരുത്തിൽ ബഹിരാകാശ മേഖല ഇന്ന് മികവിൻ്റെയും നവീകരണത്തിൻ്റെയും പര്യായമായി മാറിയിരിക്കുകയാണ് എന്നും അവരുടെ വിജയങ്ങൾ ദേശീയ പുരോഗതിക്ക് കാരണമാകും എന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇതിന് അടിവരയിടുന്നുണ്ട്. ബഹിരാകാശ രംഗത്തെ പുത്തൻ കുതിപ്പുകൾക്കായി മോദി സർക്കാർ നൽകുന്ന അചഞ്ചലമായ പിന്തുണയാണ് അസാധ്യമെന്ന് കരുതിയിരുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ISROയെ പ്രേരിപ്പിക്കുന്നത്. രാഷ്ട്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട ദൗത്യമായതിനാൽ വിവരങ്ങളെല്ലാം രഹസ്യമായി സൂക്ഷിച്ചാണ് ISRO ഈ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത്. ഉപഗ്രഹത്തിൻ്റെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെടുന്നതിനാൽ ഇത്തരം ദൗത്യങ്ങൾക്ക് ഇപ്പോഴത്തെ രീതി പതിവാക്കും എന്നാണ് അറിയുന്നത്. 4000-ലേറെ കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് CMS-03. ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് ജിയോ സിൻക്രണസ് ഭ്രമണപഥത്തിലേക്ക് അയക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണിത്. 1500 കോടിയിലേറെ രൂപ ചെലവ് വരുന്ന ഉപഗ്രഹത്തിന് GSAT-7R എന്ന പേരായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എങ്കിലും പിന്നീട് CMS-03 എന്നാക്കി മാറ്റുകയായിരുന്നു. നാവികസേനയുടെയും ISROയുടെയും തമ്മിൽ 2019-ലാണ് ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. CMS-03യുടെ വിക്ഷേപണ വിജയത്തിന് പിന്നാലെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കും മുൻപ് 7 വിക്ഷേപണങ്ങൾ നടത്തുമെന്നും ISRO ചെയർമാൻ V. നാരായണൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലയിൽ ഇതിൽ അതിശയോക്തി ഒന്നും തന്നെയില്ല. ISRO ശാസ്ത്രജ്ഞരുടെ കഴിവിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനം തന്നെയാണിത്. LVM-3യുടെ അടുത്ത വിക്ഷേപണം ഡിസംബർ 2-ാം ആഴ്ചയിൽ നടത്തുകയാണ് ലക്ഷ്യം. PSLV, SSLV ദൗത്യങ്ങളും പണിപ്പുരയിൽ തന്നെയാണ്. ഈ വർഷം തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്ന ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൗത്യവും ഈ കാലയളവിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. പൂർണ്ണമായും സ്വകാര്യ കമ്പനി നിർമ്മിച്ച ആദ്യ PSLV റോക്കറ്റും അധികം വൈകാതെ വിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മനിർഭര ഭാരതത്തിൻ്റെ തിളക്കമാർന്ന ഉദാഹരണമായി CMS-03യുടെ വിജയത്തെ കണക്കാക്കാം.